നമ്മുടെ ജീവിതം കാരണം ആരും തല താഴ്ത്താൻ ഇടയാകരുത് എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം. വിശുദ്ധ യോസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ ആ അമ്മയെ വേദനിപ്പിക്കാവുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയെ വേദനിപ്പിക്കുകയല്ല ചെയ്തത്. നീതിമാനാകിയ ആരും അറിയാതെ ഉപേക്ഷിക്കാനാണ്, എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുക്കാനാണ് വിശുദ്ധ യോസേപ്പിതാവ് ആഗ്രഹിച്ചത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, മറ്റുള്ളവര് നമ്മൾ കാരണം അവരുടെ തല താഴ്ത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഒന്ന് വ്യക്തമായി ആഴത്തിലൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നെ ഒന്ന് മുറിപ്പെടുത്തി നോക്കി. ഈ കൈകുപ്പി പിടിച്ച് നിൽക്കുന്ന ചേച്ചിമാര്, ഈ കൈകുപ്പി പിടിച്ച് നിൽക്കുന്ന സിസ്റ്റേഴ്സ്, ഈ അച്ഛൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഒന്ന് മുറിപ്പെടുത്തി നോക്കിയാൽ മതി, കൃത്യമായിട്ട് അറിയാം. ഇവിടെ കൈകുപ്പി പിടിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങളൊക്കെ. വീട്ടിലെ ഒരു വാക്ക് നിങ്ങളെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ അങ്ങനെയാണ്. ഒരാളിത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ തിരുത്തുന്ന വ്യക്തി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തോരാണെന്നറിയാം. ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇനി കുടുംബജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് ജീവിതത്തിൽ വേർപിരിഞ്ഞു. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞതും അറിയാത്തതുമായ കുറവുകൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് വേദനിപ്പിക്കുകയാണ് അവർ ചെയ്യുക. നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മളോട് രഹസ്യമായി പറഞ്ഞ ആ കാര്യങ്ങൾ പരസ്യം. ഇതാണ് ഒരാളുടെ തല താഴ്ത്തുന്ന സ്വഭാവം. നമ്മുടെ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടായിട്ട് കൂടെ നടന്ന്, നമ്മൾ കൂടെ കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത വ്യക്തികളായിരിക്കും. ആ വ്യക്തികൾ എപ്പോഴെങ്കിലും ഒന്ന് ബ്രേക്കപ്പ് ആയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് വിചാരിക്കുക. നമ്മുടെ സ്വഭാവം അപ്പം അറിയാൻ പറ്റും. നമ്മൾ കാരണം ആരുടെയും കണ്ണുനീര് വീഴാതിരിക്കട്ടെ. യോസേപ്പിതാവ് നീതിമാനായത് അങ്ങനെയാണ് കേട്ടോ. മാതാവിനെ തല താഴ്ത്താൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ കാരണം ഭർത്താവിൻ്റെ ഭാര്യയുടെ തല താഴുന്നുണ്ടോ? ഒരു ചിന്തയും കൂടി ചിന്തിക്കുക. നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഭർത്താവാണോ നിങ്ങളുടെ സംസാര വിഷയം? നിങ്ങൾ ഭർത്താവിനെ കുറ്റം പറഞ്ഞാണോ നിങ്ങൾ ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ തോൽവിയാണ്. നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ സംസാര വിഷയമാക്കി നിങ്ങൾ ചിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് സംസാര വിഷയമാക്കി അവരുടെ കുറവുകൾ പറഞ്ഞ് സംസാര വിഷയമാക്കുന്നുണ്ടെങ്കിൽ, വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോഴേക്കും ഭാര്യയെ ഭർത്താവിനെയും പറഞ്ഞ് അവരുടെ കുറവുകൾ പറഞ്ഞ് നിങ്ങൾ ചിരിക്കുന്നുവെങ്കിൽ തോൽവിയാട്ടോ. ഇതിനേക്കാളും വലിയ തോൽവി വേറെ ഒന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് വലിയ സന്തോഷമൊന്നുമില്ലെന്നേ, അതൊക്കെ മുറിപ്പാടുകളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നൊരു ആഴത്തിൽ ചിന്തിക്കുക. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും തല താഴുന്നുണ്ടോ? കണ്ണുനീര് വീഴുന്നുണ്ടോ?